ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തണ്ണിമത്തങ്ങ ജ്യൂസാണേ. ഇപ്പോൾ ചൂടൊക്കെയല്ലേ, നമുക്ക് ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തണ്ണിമത്തങ്ങൻ്റെ ജ്യൂസാണേ. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത്, ഇപ്പോൾ ഹൈപ്പ് ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ചെയ്ത് എന്നെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തണ്ണിമത്തങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നിറമുണ്ട്, അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്യാമേ. ഒരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ജ്യൂസിൻ്റെ അളവാണ് ഇത്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് 2 പീസ് വെച്ചാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലൊരു പീസ് എടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുവിധം കുരുക്കളെയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുരു എത്രത്തോളം നമുക്ക് എടുത്ത് കളയാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്, കൂടിപ്പോണ്ടേ 2 ടേബിൾ സ്പൂൺ കറക്റ്റ് മതിയാകും. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ കാച്ചി തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരം, നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്ത് വരാം. നന്നായി അടിച്ച് മാറ്റി വെച്ച ശേഷം രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ, അതെടുത്ത് നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം നമുക്ക് സ്പൂൺ വെച്ചോ തവി വെച്ചോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അത്യാവശ്യം തീരെ അങ്ങ് ഉടഞ്ഞു പോകണ്ട, എന്നാൽ നമുക്ക് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു ഗ്ലാസ്സാണ് ഞാൻ ഒഴിച്ച് അടിച്ചെടുത്തത്. കുറച്ചുകൂടി ഇരുന്നത് കൊണ്ട് ഞാൻ അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് നമുക്ക് മധുരം കൂട്ടിയെടുക്കാം. ഈ ജ്യൂസിലേക്ക് നമുക്ക് കസ്കസ് കുതിർത്തതോ ചിയാ സീഡ് കുതിർത്തതോ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കസ്കസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിയാ സീഡ് കുതിർത്താണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ജ്യൂസ് റെഡിയാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കാം. അതിലേക്ക് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി രുചിയിലുള്ള ഒരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏലക്കയുടെയും കണ്ടൻസ് മിൽക്കിൻ്റെയും പാലിൻ്റെയും ഒരു പ്രത്യേക ഫ്ലേവറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.